ബത്തേരി വയനാടിന്റെ ഹൃദയത്തിൽ പ്രകൃതി തന്റെ പച്ചപ്പിന്റെ കവിത എഴുതിവെച്ച ഒരു നാട്. ചരിത്രവും സംസ്കാരവും കൈകോർക്കുന്ന ഈ മണ്ണ് അനേകം തലമുറകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റി ഇന്നും നിലകൊള്ളുന്നു. മലകളും വനങ്ങളും ചുറ്റിപ്പറ്റിയ ഈ പ്രദേശത്ത് ആരോഗ്യം വെറും ചികിത്സയല്ല, അത് കരുതലിന്റെ മറ്റൊരു പേരാണ്. പ്രതീക്ഷയുടെ വിളക്കുകൾ തെളിച്ച് വേദനയിൽ ആശ്വാസവും നിരാശയിൽ പ്രതീക്ഷയും പകർന്ന് ബത്തേരിയുടെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ 50 വർഷക്കാലമായി നിലകൊള്ളുന്ന അസംഷൻ ഹോസ്പിറ്റൽ. 50 വർഷം എന്നത് കാലത്തിന്റെ കണക്കു പുസ്തകത്തിൽ ഒരു ചെറിയ അധ്യായം മാത്രമായിരിക്കാം. എന്നാൽ വേദനയുടെയും പ്രതീക്ഷയുടെയും നടുവിൽ കാവലിരുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അത് ആയിരക്കണക്കിന് മനുഷ്യജീവിതങ്ങളുടെ സ്പന്ദനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മഹായാത്രയാണ്. അസംഷൻ ഹോസ്പിറ്റൽ 50ാം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ തിരിഞ്ഞു നോക്കുന്നത് കേവലം ഒരു കെട്ടിടത്തിന്റെ വളർച്ചയിലേക്കല്ല, മറിച്ച് അർപ്പണബോധത്തിന്റെയും കാരുണ്യത്തിന്റെയും അടിത്തറയിൽ പടുത്തുയർത്തിയ സേവനത്തിന്റെ വഴികളിലേക്കാണ്. വേദനയുടെ ഇരുളിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൈപിടിച്ചുയർത്തിയ പുണ്യതീർത്ഥമായി മാറിയ ഒരു സ്ഥാപനത്തിന്റെ സഫലയാത്രയുടെ ചരിത്രം. 1968 വയനാട്ടിൽ, പ്രത്യേകിച്ച് ബത്തേരി ഭാഗത്ത് ചികിത്സാ സൗകര്യം ഇല്ലാതിരുന്നതിനാൽ അന്നത്തെ അസംഷൻ ഇടവക വികാരിയായിരുന്ന റെവറൻഡ് ഫാദർ ജോർജ് കഴിക്കച്ചാലിന്റെ നേതൃത്വത്തിൽ ഇടവകയുടെ സ്ഥാപനമായി ആരംഭിച്ചതാണ് ഈ ആശുപത്രി. 1976 ഇടവകയ്ക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ വന്നപ്പോൾ തലശ്ശേരി രൂപതയുടെ അന്നത്തെ അഭിമന്യ പിതാവ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെയും മാനന്തവാടി രൂപതാ അധ്യക്ഷൻ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെയും നിർബന്ധപൂർവകമായ നിർദ്ദേശമനുസരിച്ച് പൊതുയോഗം തീരുമാനിച്ച പണം കൊടുത്ത് 1976 ഈ സ്ഥാപനം തിരുഹൃദയ സന്യാസിനി സമൂഹം വാങ്ങിച്ചു. ഒരു ഡോക്ടറും 4 നഴ്സസുമായി തുടങ്ങിയ അസംഷൻ ഹോസ്പിറ്റൽ സിസ്റ്റർ സെലിൻ അറയ്ക്കൽ SHന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷയുടെ വഴികളിൽ മുന്നേറി. തുടർന്ന് സിസ്റ്റർ ഡോക്ടർ മേഴ്സി ജോസ് SH, സിസ്റ്റർ ലിറ്റിൽ ട്രീസ SH, സിസ്റ്റർ റോസ്കുളം SH, സിസ്റ്റർ ആനീസ് അബ്രഹാം SH, സിസ്റ്റർ ആനി ജെയിംസ് SH തുടങ്ങിയവരുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതും ദീർഘവീക്ഷണത്തോടു കൂടിയതും കാരുണ്യാധിഷ്ഠിതവുമായ ഭരണനിർവഹണത്തിലൂടെ ഈ സ്ഥാപനം ഇന്നത്തെ നിലയിൽ എത്തി. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കി 2025 മുതൽ സിസ്റ്റർ ആൻസി മരിയ SHന്റെ നേതൃത്വത്തിൽ അസംഷൻ ഹോസ്പിറ്റൽ ശുശ്രൂഷയുടെ പുതിയ വാതായനങ്ങൾ തുറന്ന് ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിന് സാക്ഷ്യമേകി ഈ നാടിനൊരനുഗ്രഹമായി നിലകൊള്ളുന്നു. അസംഷൻ ഹോസ്പിറ്റലിന്റെ വളർച്ചയുടെ പാതയിൽ ആത്മീയ നേതൃത്വമായി കൂടെ നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞേപ്പച്ചന്റെയും പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ തന്റെ ജീവനും ജീവിതവും ഈ സ്ഥാപനത്തിന്റെ വിജയത്തിനായി മാറ്റിവെച്ച സിസ്റ്റർ ഡോക്ടർ മേഴ്സി ജോസിന്റെയും ആദ്യനാളുകളിൽ പ്രാർത്ഥനയാലും പ്രോത്സാഹനത്താലും നിർദ്ദേശങ്ങളാലും വളർത്തിയ ഫ്ലവറമ്മയുടെയും പാവന സ്മരണയ്ക്ക് മുന്നിൽ അസംഷൻ കുടുംബത്തിന്റെ പ്രണാമം. ഇന്നുവരെയുള്ള യാത്രയിൽ കൂടെ നിന്ന് സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കാലാകാലങ്ങളിൽ പ്രാർത്ഥനയാലും നിർദ്ദേശങ്ങളാലും കരുതി നയിച്ച ഞങ്ങളുടെ ജനറൽ പ്രൊവിൻഷ്യൽ ടീം അംഗങ്ങളെ, ഈ നാളുകളിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി യത്നിക്കുന്ന പ്രൊവിൻഷ്യൽ അമ്മയെയും ടീം അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. വൈദ്യശാസ്ത്രം കേവലം രോഗനിർണയവും മരുന്നുകുറിക്കലുമല്ലെന്ന് ഈ 1/2 നൂറ്റാണ്ട് കാലം കൊണ്ട് നമ്മൾ തെളിയിച്ചു. അത് രോഗിയുടെ മനസ്സറിഞ്ഞ് അവരുടെ വേദനകളിൽ പങ്കുചേർന്ന് നടത്തുന്ന ഒരു ഈശ്വരീയ കർമ്മമാണ്. പുഞ്ചിരിയോടെ നൽകുന്ന ഒരു വാക്ക്, ആശ്വാസത്തോടെയുള്ള ഒരു തലോടൽ, ഇവയാണ് ആധുനിക യന്ത്രസാമഗ്രികളേക്കാൾ രോഗിക്ക് ഞങ്ങൾ നൽകിയ ഏറ്റവും വലിയ ഔഷധം. ആ കാരുണ്യത്തിന്റെ മന്ത്രമാണ് 50 വർഷമായി നമ്മുടെ ആശുപത്രിയുടെ ജീവശ്വാസം. ആരോഗ്യ പരിപാലനത്തിന്റെ ഓരോ ഘട്ടത്തിലും രോഗി കേന്ദ്രീകൃതവും സമഗ്രവുമായ സേവനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അസംഷൻ ഹോസ്പിറ്റലിലെ ഓരോ വിഭാഗവും ഏകോപിതമായി പ്രവർത്തിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയും പരിചയസമ്പന്നരായ ആരോഗ്യ വിദഗ്ധരുടെ സേവനവും കരുതലോടെയുള്ള പരിചരണവും സമന്വയിപ്പിച്ചാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത്. രോഗനിർണയം, ചികിത്സ, അടിയന്തര പരിചരണം, ഡിജിറ്റൽ ആരോഗ്യ സേവനങ്ങൾ തുടങ്ങി ആരോഗ്യരംഗത്തിന്റെ വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന ഈ വിഭാഗങ്ങൾ രോഗികൾക്ക് സുരക്ഷിതവും കാര്യക്ഷമവും വിശ്വാസയോഗ്യവുമായ സേവനം ഉറപ്പു നൽകുന്നു. ഓരോ രോഗിയുടെയും ആവശ്യങ്ങൾ കരുതലോടെയും കാര്യക്ഷമതയോടെയും നിറവേറ്റുകയാണ് സ്ഥാപനത്തിന്റെ ദൗത്യം.
ആശുപത്രിയിലെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ രോഗനിർണയത്തിന്റെയും ചികിത്സാ ആസൂത്രണത്തിന്റെയും അടിസ്ഥാന ഘടകമാണ്. ആധുനിക സാങ്കേതിക വിദ്യയും വിദഗ്ധരുടെ സേവനവും സംയോജിപ്പിച്ചുള്ള ഈ വിഭാഗങ്ങൾ രോഗങ്ങളുടെ കൃത്യവും വേഗത്തിലുള്ളതുമായ നിർണയം സാധ്യമാക്കുന്നു. ലബോറട്ടറി പരിശോധനകൾ, ഡിജിറ്റൽ ഇമേജിംഗ്, അൾട്രാസൗണ്ട്, ECG, എൻഡോസ്കോപ്പി, ഓഡിയോളജി, ECT, ഫിസിയോതെറാപ്പി, ഡെന്റൽ ക്ലിനിക്, ആംബുലൻസ് സർവീസ് എന്നിവയിലൂടെ രോഗിയുടെ ആരോഗ്യനില സമഗ്രമായി വിലയിരുത്തി ഫലപ്രദവും സുരക്ഷിതവുമായ ചികിത്സയിലൂടെ പ്രവർത്തനത്തിലൂടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിലേക്ക് രോഗിയെ നയിക്കുന്നു. സേവനങ്ങളുടെ ഗുണമേന്മയും കാര്യക്ഷമതയും തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിനായി ഡിജിറ്റലൈസേഷൻ, സ്റ്റാൻഡേർഡൈസേഷൻ, NABH മാനദണ്ഡങ്ങളുടെ നടപ്പാക്കൽ എന്നിവയ്ക്ക് ആശുപത്രി പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ഇതിലൂടെ സേവനങ്ങൾ കൂടുതൽ സുരക്ഷിതവും സുതാര്യവും സമയബന്ധിതവും രോഗി സൗഹൃദവുമാക്കുന്നു. NABH ആരോഗ്യ പരിപാലന രംഗത്ത് രോഗിയുടെ സുരക്ഷ, ചികിത്സയുടെ മികവ്, സേവനത്തിന്റെ വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ അംഗീകാരങ്ങളിൽ ഒന്നാണ് NABH. NABH ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, രോഗി കേന്ദ്രീകൃതവും സുരക്ഷിതവും ശാസ്ത്രീയവുമായ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധതയുടെ അംഗീകാരമാണത്. അസംഷൻ ഹോസ്പിറ്റലിന് 2018 ഒക്ടോബർ 27 NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് നമ്മുടെ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. അതിനുശേഷം നടന്ന 4 ഓഡിറ്റുകളും വിജയകരമായി പൂർത്തിയാക്കി ഗുണനിലവാരത്തിലുള്ള തുടർച്ചയായ വളർച്ചയുടെയും മെച്ചപ്പെടുത്തലിന്റെയും പാതയിൽ ആശുപത്രി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അസംഷൻ സൈക്കാട്രി ആൻഡ് ഡി അഡിക്ഷൻ സെന്റർ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും പരസ്പര പൂരകങ്ങളാണെന്ന തിരിച്ചറിവോടെ 2005 നവംബറിൽ തുടക്കം കുറിച്ചതാണ് അസംഷൻ ഹോസ്പിറ്റൽ സൈക്കാട്രി ആൻഡ് ഡി അഡിക്ഷൻ സെന്റർ. തുടർന്ന് 2019 ഡിസംബർ 7 കൂടുതൽ സൗകര്യങ്ങളോടെ സംവിധാനങ്ങളോടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും മദ്യം, മയക്കുമരുന്ന് അടിമത്തത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്കും വിദഗ്ധരുടെ നേതൃത്വത്തിൽ വ്യക്തിഗത പരിചരണവും ചികിത്സയും നൽകി വരുന്നു. രോഗിയുടെ സ്വകാര്യത, ആത്മാഭിമാനം, സുരക്ഷ എന്നിവയ്ക്ക് പരമപ്രാധാന്യം നൽകിക്കൊണ്ട് കരുണയും കരുതലും നിറഞ്ഞ അന്തരീക്ഷത്തിൽ മാനസികാരോഗ്യം വീണ്ടെടുക്കാനും ലഹരിമുക്തമായ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മടങ്ങിയെത്താനും സഹായിക്കുന്ന സമഗ്ര ചികിത്സാ കേന്ദ്രമാണ് അസംഷൻ ആശുപത്രിയുടെ സൈക്കാട്രി ആൻഡ് ഡി അഡിക്ഷൻ വിഭാഗം. അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രാവീണ്യവും മാനവിക മൂല്യങ്ങളും സേവന സന്നദ്ധതയും സമുന്നയിപ്പിച്ച് നഴ്സുമാരെ സമൂഹത്തിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2001 മാർച്ച് 25 അസംഷൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്ഥാപിതമായത്. 18 കുട്ടികളുമായി തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ നിന്നും 22 ബാച്ചുകളിലായി പഠിച്ചിറങ്ങിയവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിയിലെ മാലാഖമാരായി തങ്ങളുടെ സേവനം കാഴ്ചവെക്കുന്നു. സേവന മനോഭാവവും കരുണയും പ്രൊഫഷണൽ മികവും കൈമുതലാക്കി നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ യാത്ര നടത്തിയ അസംഷൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് കാലത്തിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടും വിദ്യാഭ്യാസ മികവിന്റെ പുതിയ ഉയരങ്ങൾ ലക്ഷ്യമിട്ടും 2022 അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. ആരോഗ്യരംഗത്തിന്റെ മാറിവരുന്ന ആവശ്യങ്ങൾക്കും ആഗോള നിലവാരത്തിലുള്ള നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനുമൊത്ത് ചുവടൊപ്പിക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഈ സ്ഥാപനത്തെ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തിയത്. ആധുനിക അധ്യാപന രീതികൾ, വിപുലമായ ക്ലിനിക്കൽ പരിശീലന സൗകര്യങ്ങൾ, പ്രൊഫഷണൽ മികവ് വളർത്തുന്ന അക്കാദമിക് സംവിധാനങ്ങൾ എന്നിവയിലൂടെ വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ നഴ്സിംഗ് വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. അസംഷൻ ഹോസ്പിറ്റലിന്റെ ഈ ജൂബിലി വർഷത്തിൽ തന്നെ അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗിലെ ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ആകുന്നു എന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. സമൂഹത്തോടൊപ്പമുള്ള സേവനയാത്ര. ആരോഗ്യ പരിപാലനം ചികിത്സയുടെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന വിശ്വാസമാണ് അസംഷൻ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും സേവന സന്നദ്ധതയും ജീവിത മൂല്യങ്ങളാക്കി സമൂഹത്തിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ക്ഷേമം ലക്ഷ്യമാക്കി ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമുകൾ, രക്തദാന ക്യാമ്പുകൾ, വിവിധ ദിനാഘോഷ പരിപാടികൾ, ബോധവൽക്കരണ സന്ദേശയാത്രകൾ, പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ, ദുരന്ത നിവാരണ സഹായങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ
വ്യക്തികളുടെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന അനേകം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. ജൂബിലി വർഷത്തിലെ പ്രധാന നേട്ടങ്ങളും പ്രവർത്തനങ്ങളും. അസംഷൻ ഹോസ്പിറ്റലിന്റെ സുവർണ ജൂബിലി വർഷം ആതുര സേവനത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും വിദ്യാഭ്യാസ മികവിന്റെയും അനേകം സ്മരണീയ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവർക്ക് പ്രയോജനകരമായ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും നടപ്പിലാക്കുവാനും സാധിച്ചു. സൗജന്യ ചികിത്സാ പദ്ധതി. ഏകദേശം 2000-ഓളം രോഗികൾക്ക് 88 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുവാൻ സാധിച്ചു. അസംഷൻ സൈക്കാട്രി വിഭാഗം ഈ വർഷം 25 പേർക്ക് പൂർണ്ണമായും സൗജന്യ ലഹരിമുക്തി ചികിത്സയും ആവശ്യമായ മാനസികാരോഗ്യ പരിചരണവും നൽകി. ഭവന നിർമ്മാണ സഹായം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 3 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം നൽകി. ഫാദർ ജോസഫ് പ്ലാത്തോട്ടം മെമ്മോറിയൽ അവാർഡ്. അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗിലെ മികച്ച ഔട്ട് ഗോയിങ് വിദ്യാർത്ഥിക്കായി ഫാദർ ജോസഫ് പ്ലാത്തോട്ടം മെമ്മോറിയൽ അവാർഡ് സ്ഥാപിച്ചു. ഡിജിറ്റലൈസേഷൻ സിസ്റ്റം. ആധുനിക ആരോഗ്യ പരിചരണത്തിന്റെ ഭാഗമായി മെഡിക്കൽ റെക്കോർഡ്സ് വകുപ്പ് ഡിജിറ്റലൈസേഷനിലൂടെ കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവുമാക്കി മാറ്റി. ഗ്രേപ്സ് ഡിജിറ്റലൈസേഷൻ സിസ്റ്റം ആശുപത്രിയുടെ എല്ലാ സേവനങ്ങളെയും ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ബന്ധിപ്പിക്കുന്ന ആധുനിക ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സംവിധാനമാണ്. പേഷ്യന്റ് രജിസ്ട്രേഷൻ, OP ബുക്കിംഗ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ, ബില്ലിംഗ്, ഫാർമസി തുടങ്ങിയ സേവനങ്ങൾ, ലാബ്, റേഡിയോളജി റിപ്പോർട്ടുകൾ വേഗത്തിലും സുരക്ഷിതമായും കാര്യക്ഷമമായും ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. സൗജന്യ രക്തദാന ക്യാമ്പും മെഡിക്കൽ ക്യാമ്പുകളും. സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും സാമൂഹിക പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനുമായി രക്തദാന ക്യാമ്പും വിവിധ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു. ക്യാമ്പുകളിലൂടെ വിവിധ മേഖലകളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധന, രോഗനിർണയം, ആരോഗ്യ ബോധവൽക്കരണം, മരുന്നുകൾ എന്നിവ ജനങ്ങൾക്ക് ലഭ്യമാക്കി. പുതിയ ലബോറട്ടറി. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയ പുതിയ ലബോറട്ടറി പ്രവർത്തന സജ്ജമാക്കി. കൂടുതൽ കൃത്യതയോടെയും വേഗത്തിലും ഗുണനിലവാരത്തിലും പരിശോധനാ സേവനങ്ങൾ നൽകുന്നതിനും രോഗനിർണയ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇത് സഹായകമാകുന്നു. ലിഫ്റ്റ് നിർമ്മാണം. രോഗികൾക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഹോസ്പിറ്റൽ ജീവനക്കാർക്കും ആശുപത്രിയിലേക്കുള്ള പ്രവേശനവും വിവിധ നിലകളിലേക്കുള്ള സഞ്ചാരവും കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിനായി ലിഫ്റ്റ് നിർമ്മാണം പൂർത്തിയാക്കി. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണിത്. സുവർണ ജൂബിലി വർഷത്തിൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ACP ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും പുരോഗമിക്കുകയും ചെയ്യുന്നു. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സെമിനാർ ഹാൾ എന്നീ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുന്നു. സുവനീർ ലോഗോ ആൻഡ് നെയിം കോമ്പറ്റീഷൻ. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സുവനീറിനു വേണ്ടി ലോഗോ ആൻഡ് സുവനീർ നെയിം കോമ്പറ്റീഷൻ അസംഷൻ ഹോസ്പിറ്റൽ ആൻഡ് കോളേജ് സ്റ്റാഫിനും സ്റ്റുഡൻസിനുമായി സംഘടിപ്പിച്ചു. ലോഗോ കോമ്പറ്റീഷനിൽ യഥാക്രമം ഷിഫ ഫാത്തിമ, ജസ ജുനൈസ്, അനീറ്റ കുര്യൻ എന്നിവരും, സുവനീർ നെയിം കോമ്പറ്റീഷനിൽ യഥാക്രമം സിസ്റ്റർ നാൻസി ആൻഡോ SH, സിസ്റ്റർ കരോളിൻ SH, സിസ്റ്റർ ലിസ് മാത്യു SH എന്നിവരും 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 5 പതിറ്റാണ്ടുകളുടെ ഈ സുവർണ യാത്ര വെറും കാലത്തിന്റെ കണക്കല്ല, കരുണയും സ്നേഹവും സമർപ്പണവും വിശ്വാസവും ചേർന്നുള്ള മനുഷ്യ സേവനത്തിന്റെ അനുഗ്രഹീത ചരിത്രമാണ്. ഈ 50 വർഷത്തിന്റെ ഓരോ അധ്യായവും ദൈവാനുഗ്രഹത്തിന്റെയും സ്ഥാപകരുടെ ദീർഘവീക്ഷണത്തിന്റെയും മാനേജ്മെന്റിന്റെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും അതിലുപരി ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച ആയിരക്കണക്കിന് രോഗികളുടെയും കുടുംബങ്ങളുടെയും കൂട്ടായ പങ്കാളിത്തത്തിന്റെ ഫലമാണ്. ഭൂതകാലത്തിന്റെ മഹത്തായ പൈതൃകത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് വർത്തമാനകാലത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തും ഭാവിയുടെ പ്രതീക്ഷകൾക്ക് പുതുചൈതന്യം പകർന്നും ദൈവത്തിന്റെ അളവറ്റ അനുഗ്രഹത്തിൽ ആശ്രയിച്ചും എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും നന്ദി അർപ്പിച്ചും ആരോഗ്യ സേവന രംഗത്ത് പ്രത്യാശയുടെ ദീപസ്തംഭമായി അസംഷൻ ഹോസ്പിറ്റൽ ഇന്നും മുന്നേറുന്നു. ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും എന്ന ആദർശം ഹൃദയത്തിൽ സൂക്ഷിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നല്ലവനായ ദൈവത്തിന്റെ അനുഗ്രഹം യാചിക്കുന്നു. ഇതുവരെ കരുതിയ ഈശോയുടെ തിരുഹൃദയത്തിനും സ്വർഗീയ മധ്യസ്ഥയായ സ്വർഗാരോപിത മാതാവിനും
ഞങ്ങളുടെ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ്റെ മാധ്യസ്ഥ്യത്തിനും നന്ദി. കൂടെ നിന്ന് സഹകരിച്ച നിങ്ങൾക്കും ഞങ്ങളുടെ നന്ദി.